എല്ലാവർക്കും സുഖമാണോ? ഓ, എല്ലാവർക്കും സുഖമാണോ? ഈ മൈക്കിൽ എത്ര ഉണ്ടോ? ആ, എന്തൊരു പൊട്ടലുണ്ട്, ഞാൻ പൊട്ടിപ്പോവോ? ഇപ്പോൾ കുഴപ്പമില്ല. ഇപ്പം കേൾക്കാമോ? കേൾക്കാമോ? ഓക്കെ. എല്ലാവർക്കും സുഖമാണോ? സുഖമാണോ? ഓക്കെ. സന്തോഷമായോ? 3 ദിവസത്തെ കൺവെൻഷൻ തീരാൻ പോവാണ്. സന്തോഷമായില്ലേ? ഓ, എൻ്റെ പൊന്നടവേ, അവസാനത്തെ ദിവസമെങ്കിലും തള്ളു കുറയ്ക്കണം കേട്ടോ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിന്നാൽ കുറച്ച് മുമ്പിൽ ഇച്ചിരി കസേര എടുക്കുന്നുണ്ട്. പിന്നെയുള്ളവർക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആൾക്കാർ. പക്ഷെ ബെഞ്ചുകൾ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ സ്ഥലമില്ല പലർക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നിങ്ങൾ പറ്റുമെങ്കിൽ ഇച്ചൊന്ന് കയറി ഇരുന്നാൽ ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. ഈ പുരുഷന്മാരാണ് കയറി ഇരുന്നാൽ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ പിന്നിലിപ്പോൾ ബെഞ്ച് പിടിച്ചിട്ട് തുടങ്ങി, ഞാൻ അതിന് സ്ഥലമില്ല. ബെഞ്ച് ഇനി എന്താ താഴെ ഇരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് നിങ്ങൾ ഇരിക്കുന്നവർ ഒരു 2 സ്റ്റെപ്പ് കയറി വന്നാൽ മുമ്പിൽ സ്ഥലമുണ്ട്. മുമ്പിലിരിക്കുന്നവരെ ഞാൻ പിടിക്കത്തില്ല, ഇടയിലിരിക്കുന്നവരെ പിടിക്കത്തുള്ളൂ. മുമ്പിലിരിക്കുന്നവരെ ഞാൻ പിടിക്കത്തില്ല, ധൈര്യപൂർവ്വം മുമ്പോട്ട് കയറും. മുമ്പിലിരിക്കുന്നവരെ ഞാൻ പിടിക്കത്തില്ല, ധൈര്യപൂർവ്വം മുമ്പിലേക്ക് കയറിക്കോ. പിന്നിലുള്ളവരെ പിടിക്കുന്നുള്ളൂ ഈ പ്രാവശ്യം. മുമ്പിലേക്കൊന്ന് കയറിയിരുന്നാൽ കുറച്ചും കൂടി സ്ഥലം കിട്ടും. അപ്പോൾ പിന്നിലുള്ളവർക്ക് സ്വസ്ഥതയോടെ ഇരിക്കാൻ പറ്റും. പലരും വന്നിട്ട് കസേരയില്ലാത്തൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. ഈ സെൻറ്ററിൽ ഇപ്പോഴും ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. കയറിയിരുന്നോ? നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല, ധൈര്യപൂർവ്വം. ചിലർ ആ കസേര കൊണ്ടേ കയറുള്ളൂ. കസേര അവിടെ ഇട്ട് കയറിയാലേ ഗുണമുള്ളൂ കേട്ടോ. പിന്നിലിപ്പോൾ അത്യാവശ്യം 2-3 ബെഞ്ചായിരുന്നു തോന്നുന്നു. അപ്പോൾ വരുന്നവർക്ക് അവിടെ കയറിയിരിക്കാം. ഇനി എൻ്റെ ഇടയിൽ എഴുന്നേൽപ്പിച്ച് കയറ്റിയിരുത്താനൊന്നും പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ കയറ്റിയിരുത്തത്. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടിയും പറഞ്ഞേ ഹല്ലേലൂയ. ഒന്നുകൂടിയും പറഞ്ഞേ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓക്കെ. അപ്പം ഇന്നത്തെ ദിവസം, ഇന്നത്തോടുകൂടെ ഇന്ന് ധ്യാനം തീരാണ്. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ ഇടയിൽ പ്രസംഗിക്കാൻ ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു ഇങ്ങനൊരു കാര്യത്തിൽ. കാരണം ഞാൻ ഒരിക്കലും ഇങ്ങനെ ഈ CSI സഭയെ തന്നെ വന്ന് പ്രസംഗിക്കേണ്ട ഒരാളൊന്നുമല്ല. പക്ഷെ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടും അനുഗ്രഹം കൊണ്ടും മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാനായിട്ട് കടന്നു വന്നത് പോലും. അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണെന്ന് തിരിച്ചറിയുന്നൊരു മനുഷ്യനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയാം. പിന്നെ ഏറ്റവും സ്നേഹത്തോടു കൂടെ ഓർക്കുന്നത് ഈ സഭയിലെ ഏറ്റവും വൈദിക പദവി അലങ്കരിക്കുന്ന അച്ഛനെയാണ്. അച്ഛന് ഇന്ന് ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ശാരീരികമായിട്ടും. പക്ഷേ ഈ 2 ദിവസം, ആദ്യത്തെ ദിവസം വന്നപ്പോൾ അച്ഛനെ കാണാൻ പറ്റിയില്ല. പക്ഷേ ഈ 2 ദിവസം അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനും അതോടൊപ്പം അച്ഛനോട് കുറച്ച് നേരം വർത്തമാനം പറയാനൊക്കെ ദൈവം തന്നൊരു അവസരമാണ് കേട്ടോ. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, നല്ലൊരു വൈദികനാണ്, അതോടൊപ്പം നല്ലൊരു മനുഷ്യനാണ്. കാരണം മറ്റുള്ളവരോട് സ്നേഹവും അനുകമ്പയും ഉള്ള സംസാരമാണ് അച്ഛൻ്റേത്. എന്നോട് എന്നെ സംസാരിക്കുമ്പോൾ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ഒരു പ്രസംഗം കഴിഞ്ഞിട്ടാണെങ്കിലും നല്ലതൊക്കെ പറയും കേട്ടോ. അച്ഛൻ നന്നായിരുന്നു, അത് നന്നായിരുന്നു, ഞാനതൊക്കെ പറയും, ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും എന്നെക്കുറിച്ച് നല്ലോണം പറഞ്ഞു തന്ന് സ്നേഹത്തോടെ ചേർത്തിരുത്തി നല്ല വാക്കുകൾ സംസാരിക്കുന്ന എല്ലാവരെയും പ്രചോദിപ്പിക്കുന്ന ഒരു അച്ഛനാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ വൈദിക പദവി അലങ്കരിക്കുന്ന നിങ്ങളുടെ വൈദിക ശ്രേഷ്ഠൻ. ഒത്തിരി സ്നേഹത്തോടെ അച്ഛനെ ഞാൻ ഓർക്കുന്നു. ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അച്ഛനൊന്ന് വന്നിരിക്കണമെന്ന് എനിക്കറിയാം അല്ലേ. ഞാനിത് ആദ്യമേ തന്നെ നോക്കിയപ്പോൾ ഇതാരെ തൊപ്പിയൊക്കെ വെച്ചിരിക്കണെന്ന് ഞാൻ വിചാരിച്ചു സഭയൊക്കെ മാറിയോ കർത്താവേ. അപ്പോൾ ഞാൻ ഈ പുറത്തു നിന്നപ്പോൾ ഇനി ഈ ഇന്നത്തെ ദിവസം അധ്യക്ഷനായിട്ട് ഇനി വേറെ അച്ഛനെ വിളിച്ചിട്ടുണ്ടോ? നമ്മുടെ അച്ഛനെ കാണാനുമില്ല. ഞാൻ നോക്കുന്നപ്പോൾ 2 അച്ഛന്മാരിയ്ക്കുന്നുള്ളൂ, തൊപ്പിയൊക്കെ വെച്ച് ഒരാളിരിക്കുന്നു. അടുത്ത് വന്നപ്പോഴാണ് നമ്മുടെ അച്ഛൻ തന്നെയാണെന്ന് ഇപ്പോഴും മനസ്സിലായത് കേട്ടോ. പക്ഷേ ഈ അച്ഛനെ കാണാൻ ഇതിൽ ഗ്ലാമർ കേട്ടോ. ഇത് വെച്ച് നടന്നാൽ മതി, വേറെ സഭക്കാർ കൊണ്ടുപോകും. അതുകൊണ്ട് ഏറ്റവും സ്നേഹത്തോടെ അച്ഛനെ ഞാൻ ഓർക്കുന്നു. അച്ഛൻ്റെ നല്ല വാക്കുകൾക്കും ഇടപെടലിനും ഒക്കെത്തിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അച്ഛൻ നിങ്ങളോട് ഒത്തിരി സ്നേഹമുള്ള അച്ഛനാണെന്ന് എനിക്കറിയാം. ഞാൻ ആരുടെയും പേര് പറയാത്തെന്നറിയോ? പേരെങ്ങാനും പറഞ്ഞ് തെറ്റിപ്പോയാൽ തീർന്നു. എനിക്കറിയാം പുഷ്പ അല്ല, ഞാൻ പഠിച്ചത് ശരിയാ കേട്ടോ. ഈ നിങ്ങളുടെ പേര് പഠിക്കാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ് കേട്ടോ. ഭയങ്കര ഞങ്ങളുടെയൊക്കെ പേര് ഭയങ്കര സിമ്പിളാ. ജിനു, ഓ തീർന്നു, അവിടെ വെച്ച് തീർന്നു. നിങ്ങളുടെ അച്ഛന്മാരുടെ പേരെന്ന് പറഞ്ഞാൽ വെട്ടിക്കെട്ട് പേരുകളൊക്കെ ഇരിക്കും കേട്ടോ. വെട്ടിക്കെട്ട് പേരൊക്കെ ഇട്ടുള്ളൂ. പുഷ്പജയൻ, ഓ എന്നാ പേരടാവും, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഈ പേരിന് വലിപ്പം കാണുമ്പോൾ എനിക്ക് പേടിയാണ് പറയാൻ. എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ തീർന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പേര് പറയാത്തത്. ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന മെയിനായിട്ടുള്ള അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. പക്ഷെ പേര് കറക്റ്റാന്ന് വിശ്വസിക്കുന്നു.
പുഷ്പജയനച്ഛന് ആദ്യത്തെ ദിവസം ഉണ്ടായിരുന്ന അവസാനത്തെ ദിവസം ഉണ്ട് കേട്ടോ. സ്വീകരിക്കാനും ഉണ്ട്, പറഞ്ഞു വിടാനും ഉണ്ട്. നന്നായി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പുഷ്പജയത്തിനെ ഒത്തിരി സ്നേഹത്തോടെ, അച്ഛൻ്റെ സംസാരം നല്ല രസമുണ്ട് അല്ലേ കാണാൻ. അച്ഛനോട് മിണ്ട ഭയങ്കര രസമായിട്ട് തോന്നി എനിക്ക് കേട്ടോ. കാരണം അച്ഛനെ എപ്പോഴും ചിരിച്ച വർത്തമാനം പറയുന്നത്. നിങ്ങൾ അച്ഛനെ മൊത്തയ്ക്ക് നോക്കിയോ? അച്ഛനെ പിന്നെ എവിടേക്കാണ് നോക്കണേ? അപ്പോൾ അച്ഛനെ മുഖത്തേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അച്ഛൻ എപ്പോഴും ചിരിച്ച വർത്തമാനം പറയുന്നത്, ഭയങ്കര സ്നേഹത്തോടെയാണ് സംസാരിക്കുന്നത്. അത് മുമ്പിൽ നിൽക്കുന്നവന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ചിരിച്ച് വർത്തമാനം പറയുന്നവരെ നമ്മൾ ഓർത്തൊക്കെ, ചിരിച്ച് എപ്പോഴും സന്തോഷത്തോടു കൂടെ പെരുമാറുന്നവരെ നമുക്കിഷ്ടമാണ്. എപ്പോഴും ദേഷ്യത്തോടെ പെരുമാറുന്നവരെ നമുക്കിഷ്ടമാണോ? അല്ല, കർക്കശൻ ദേഷ്യം, അങ്ങോട്ടേക്ക് ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോടാ, എന്നിട്ട് കിടാ തിരിഞ്ഞിക്കിടാ. ഇതങ്ങനെയല്ല അച്ഛൻ ഭയങ്കര സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. സംസാരം തന്നെ അങ്ങനെയാണ്, ഭയങ്കര ചിരിച്ച വർത്തമാനം പറയുന്നത്. അച്ഛൻ്റെ ചിരിയാണ് അച്ഛൻ്റെ സീക്രട്ട് കേട്ടോ. ചിരിച്ചോ, ഒന്നും പറയണ്ട. ഒത്തിരി സ്നേഹത്തോടെ പുഷ്പജയച്ച ഒത്തിരി സ്നേഹത്തോടെ കൂടി ഓർക്കാം. അച്ഛൻ നല്ല വാക്കുകൾ നന്നായിട്ട് സംസാരിക്കും കേട്ടോ. നല്ല വാക്കുകളാണ് അച്ഛൻ എപ്പോഴും പറയുക. നമുക്ക് കൂടെ വർത്തമാനം പറയുമ്പോൾ ഒരാളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ അച്ഛൻ സംസാരിക്കുക. ഒത്തിരി നന്ദി അച്ഛാ, എൻ്റെ കൂടെ ഉണ്ടായതിന് 2 ദിവസം സ്നേഹിച്ചതിന്, നല്ല വാക്കുകൾ പറഞ്ഞതിന്. നമ്മുടെ സഭയിലെ ശ്രേഷ്ഠനച്ഛൻ്റെ കുടുംബം ഇവിടെ ഉണ്ട്, കൊച്ചമ്മയുണ്ട്. കൊച്ചമ്മയുടെ നല്ല വാക്കുകൾക്ക് നന്ദി കേട്ടോ, നല്ല വാക്കുകൾ. പക്ഷെ എനിക്കതിലൊരു സങ്കടം ഉണ്ടായത്, സ്വന്തം ഭർത്താവിനെ കുറിച്ച് 2 വാക്ക് പറയാതെ പോയതില്ല കേട്ടോ. എനിക്കത് നൊന്തു. ഞാൻ വിചാരിച്ച 2 വാക്കെങ്കിലും തള്ളൂന്ന് കേട്ടോ. അപ്പോൾ കൊച്ചമ്മ പറഞ്ഞു വെച്ചു, നിങ്ങൾക്കും അറിയാലോ എനിക്കും അറിയാമല്ലോ കേട്ടോ. അപ്പോൾ അത് പക്ഷെ നല്ല വാക്കുകളാൽ ഞങ്ങളെ നന്ദിയോടുകൂടെ ചേർത്തിരുത്തിയ കൊച്ചമ്മയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. 2 മക്കളുണ്ട്, അവരെയും സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഞാനിവിടെ ആയിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, എന്നെ വിളിച്ചത് നിങ്ങളുടെ സെക്രട്ടറിയാണ്, ഷൈൻകുമാറാണ്. ഷൈൻകുമാർ ഇപ്പോൾ പിന്നിൽ ഇരിപ്പുണ്ട്, ചുമരഞ്ചാരി ഇരിപ്പുണ്ട്, എന്തെങ്കിലും ആവട്ടെ. ഷൈൻകുമാറിനെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ്. കാരണം പുള്ളിയാണ് എന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചത്. ഞാൻ എപ്പോഴും അങ്ങനെ ഫോണെടുത്ത് സംസാരിക്കുന്ന ഒരു മനുഷ്യനല്ല. ഞാൻ വളരെ മൈന്യൂട്ടായിട്ട് മാത്രമേ ഫോൺ എടുക്കാറുള്ളൂ. എന്നോട് പലരും പറയും, അച്ഛനെന്നെ ഫോൺ എടുക്കാത്ത. ഇന്ന് തന്നെ നിങ്ങൾ എൻ്റെ ഫോൺ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ ചിലപ്പോൾ ഒരു 10-100 കോൾ വന്നിട്ടുണ്ടാവും. കാരണം എല്ലാവരും ഈ പ്രാർത്ഥന പറയാൻ വേണ്ടി വിളിക്കണത്, എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വേണ്ടി വിളിക്കണതാണ്. ഞാൻ എപ്പോഴും ഫോൺ എടുക്കില്ല. കാരണം എനിക്ക് കുറേ നേരം പ്രാർത്ഥനയുണ്ട്, ബൈബിൾ വായനയുണ്ട്, പിന്നെ ഒരു പുസ്തകം എഴുതുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക്. അതിൻ്റെ ഇടയിൽ കുറച്ച് നേരം കിട്ടുമ്പോൾ മാത്രമേ ഫോൺ എടുക്കുകയുള്ളൂ, അല്ലാത്തടുത്ത് ഫോൺ എടുക്കാറില്ല. ഞാൻ ഫോണിൽ എല്ലാ കാര്യവും അറിയാവുന്നൊരു മനുഷ്യനാണ്. എന്നുവെച്ചാൽ വാട്സപ്പും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ എനിക്കായിട്ടൊരു സമയമുണ്ട്, ആ സമയത്ത് ഫോൺ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ വിളിച്ചാൽ കിട്ടാറുള്ളൂ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ദൈവം നിയോഗിച്ചതാണെങ്കിൽ കിട്ടിയിരിക്കും, ദൈവം നിയോഗിച്ചതല്ലേ കിട്ടിയിട്ടുണ്ടാവില്ല. പലരും പറയും, അച്ഛനെ ഞങ്ങൾ പലപ്പോഴും വിളിച്ച് കൺവെൻഷന് വിളിക്കും, പക്ഷെ അച്ഛൻ ഫോൺ എടുക്കാത്തതുകൊണ്ട് അച്ഛന് വരാൻ പറ്റത്തെ. ഞാൻ പറയും, ദൈവം നിയോഗിച്ചിട്ടുണ്ടാവില്ല, ദൈവം നിയോഗിച്ചാണെങ്കിൽ ഞാൻ വരും. അപ്പോൾ എൻ്റെ ഇടവേളകൾ നോക്കി കൃത്യമായിട്ട് ഫോൺ ചെയ്തൊരു മനുഷ്യനാണ് നിങ്ങളുടെ സെക്രട്ടറി. ഈ 3 ദിവസമാണെങ്കിലും വളരെ സ്നേഹത്തോടു കൂടെ എന്നോട് ഇടപെടുകയും എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി എൻ്റെ കൂടെ നിൽക്കുകയും യാതൊരു കുറവറിയിക്കാതെ എന്നെ കൊണ്ടുനടക്കുകയും ചെയ്തൊരു മനുഷ്യനാണ്. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സെക്രട്ടറിനെ ഓർക്കുന്നു. ഈ സെക്രട്ടറിയോടൊപ്പം നിൽക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ, അജി, ജസ്റ്റിൻ ചേട്ടൻ, രഞ്ജിത്തേട്ടൻ, ഇവരൊക്കെ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കും. അവർ ഒരു ഗ്യാങ് ഉണ്ട്, നല്ലൊരു ഗ്യാങ് ഉണ്ട് എൻ്റെ പിന്നിൽ. പിന്നെ ആരൊക്കെയാണ്, കുറച്ച് പേരുണ്ട്, അവരുടെ പേര് ഞാൻ പെട്ടെന്ന് മറന്നുപോയി, അവരൊക്കെ നിൽപ്പുണ്ട്, അവർക്കൊക്കെ അറിയാം. എന്തെങ്കിലും ആവട്ടെ, അവരെയൊക്കെ സ്നേഹത്തോടു കൂടി ഓർക്കുക. കാരണം ഈ ചർച്ച് കമ്മിറ്റി അംഗങ്ങൾ നല്ല സപ്പോർട്ടീവായിരുന്നു. അവരുടെ സ്നേഹവും സഹകരണം കൊണ്ടാണ് ഇന്ന് എനിക്കിവിടെ ആയിരിക്കാൻ പറ്റുക. അവരെല്ലാവരെയും കാരണം എനിക്ക് പേരെടുത്ത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആരെങ്കിലും വിട്ടുപോയാൽ നിങ്ങൾക്ക് സങ്കടമാവും. എനിക്കാണെങ്കിൽ എല്ലാ പേരും പഠിക്കാനുള്ള ബുദ്ധിയുമില്ല, എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് തരാതിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്നേഹത്തോടു കൂടെ ഞാൻ ഓർക്കുക ഈ നിമിഷം. അവർ തന്ന സ്നേഹത്തിനും എല്ലാ കാര്യത്തിനും, അതോടൊപ്പം കപ്പിയാർ, എല്ലാവരെയും സ്നേഹത്തോടു കൂടെ ഓർക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറ്റവും നന്ദിയോട് കൂടെ ഓർക്കേണ്ട ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്താണ് ഞാൻ ഇന്ന് താമസിച്ചത്. ഞാൻ ഈ 3 ദിവസം താമസിച്ചത് നിങ്ങൾക്കറിയാം, പ്രശാന്ത് സാറിൻ്റെ വീട്ടിലാണ്. ഞാൻ ഈ 3 ദിവസം അവിടെ ആയിരുന്നു. എനിക്ക് വേണ്ടി ഈ മുകളിലെ സ്ഥലം ഒഴിച്ചിട്ട് എന്നൊക്കെ ആയിരുന്നു. എൻ്റെ മുറിയായിരുന്നു അത് കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു. എന്തൊട്ട് മുറിയാണ് കേട്ടോ. തലങ്ങും വിലങ്ങും നടക്കാനുള്ളൊരു മുറിയുണ്ട് എനിക്ക് കേട്ടോ. എല്ലാത്തിനും സ്വാതന്ത്ര്യമുള്ള ഒരു വീട്. അവരാരും മുകളിലേക്ക് വരില്ല. എൻ്റേതായിട്ടായിരുന്നു ഒരു 3 ദിവസം എനിക്ക് അവിടെ താമസിക്കാൻ പറ്റിയത്. എൻ്റെ അപ്പൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട് കേട്ടോ, അന്നം തന്ന കൈയെയും താമസിക്കാൻ ഇടം തന്ന ഇടത്തെയും മറക്കരുതെന്ന് എൻ്റെ അപ്പൻ എപ്പോഴും പറയും. മോനെ, നീ ഏത് സ്ഥലത്ത് പോയി താമസിച്ചാലും നിനക്ക് ആരെങ്കിലും ഒരു ഭക്ഷണം കയ്യിൽ വെച്ച് തരുന്നുണ്ടെങ്കിൽ
അതോടൊപ്പം തന്നെ നിനക്ക് കുറച്ചു നേരം താമസിക്കാനോ ഇരിക്കാനോ എവിടെയെങ്കിലും ഒരു സ്ഥലം ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ നീ അവരൊരിക്കലും മറക്കരുതെന്ന് എൻ്റെ അപ്പൻ എപ്പോഴും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പ്രശാന്ത് സാറിനോടും കുടുംബത്തോടും, പ്രശാന്ത് സാറിൻ്റെ അപ്പച്ചനും അമ്മച്ചി ഇവിടെ ഉണ്ട്, അതോടൊപ്പം തന്നെ ഭാര്യയുടെ അമ്മയുണ്ട്, അതോടൊപ്പം തന്നെ 2 മക്കളുണ്ട്, ഭാര്യ ഇവിടെ ഇരിപ്പുണ്ട്, അതോടൊപ്പം തന്നെ കുടുംബത്തിലുള്ള പലരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ആ കുടുംബത്തിനെ നന്ദിയോടുകൂടെ ഈ നിമിഷം ഓർക്കാണ്. കാരണം അവർ തന്ന സ്നേഹവും അവർ തന്ന സഹകരണവുമാണ് എനിക്ക് ഈ 3 ദിവസം വളരെ സന്തോഷത്തോടു കൂടെ നിങ്ങളുടെ മുമ്പിൽ പ്രസംഗിക്കാൻ അവസരം തന്നത്. കാരണം അവർ 3 ദിവസം എനിക്ക് നല്ല ഭക്ഷണം തന്നു, അതോടൊപ്പം നല്ല താമസ സൗകര്യം തന്നു, അതോടൊപ്പം തന്നെ ഈ പരിപാടികളെല്ലാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ആ കുടുംബം, ദൈവത്തിൻ്റെ നാമത്തിലെ ആ കുടുംബത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം ഇനിയും ഒത്തിരി അനുഗ്രഹങ്ങൾ, ഒത്തിരി നന്മകളും ഒത്തിരി കൃപകളും ആ കുടുംബത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. പ്രശാന്ത് സാർ ഇവിടെ അത്യാവശ്യമായിട്ട് പോയേക്കാണ് സ്കൂളിലൊരു കാര്യത്തിന് വേണ്ടി. എങ്കിലും ആ കുടുംബം ഇവിടെ ഉണ്ട്. ആ കുടുംബത്തോട് ഞാൻ കൈകൾ കൂപ്പയാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം, ദൈവം തന്ന ഒരു അവസരമാണ്, ദൈവം തന്നൊരു അനുഗ്രഹമാണ് ആ കുടുംബം. ദൈവം തന്ന അനുഗ്രഹത്തിൻ്റെ പ്രതീകമായിട്ട് അവൻ എനിക്ക് തന്ന ഭക്ഷണം തന്നു, പാർപ്പിടം തന്നു. നന്ദിയുണ്ട്. മനസ്സിലുണ്ടാവും നിങ്ങൾക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നതായിരിക്കുമെന്നുള്ള ഉറപ്പ്. എൻ്റെ പ്രാർത്ഥനയുടെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ എന്നും ഉണ്ടാകും. കാരണം ഞാൻ ഈ 3 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചതാണ്. അപ്പോൾ ആ കുടുംബത്തിന് അനുഗ്രഹം ഉണ്ടാകുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ ഈ 3 ദിവസം ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ആ കുടുംബത്തിന് അതിന് കൃപ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ഏറ്റവും അനുഗ്രഹവും നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, നന്ദിയോടുകൂടെ ഓർക്കുന്നു. ഒരു നന്ദിയോടും പറയുന്നുണ്ട്. ഇവിടെ രഞ്ജിത്തേട്ടൻ ഇരിപ്പുണ്ട്. എനിക്കൊന്ന് ഉച്ചത്തെ ഭക്ഷണം നിന്ന് രഞ്ജിത്തേട്ടൻ്റെ കുടുംബത്തിൽ നിന്നാണ്. ഗംഭീര ഫുഡായിരുന്നു കേട്ടോ, ഗംഭീര ഫുഡ്. എല്ലാ സാധനവും ഉണ്ടായിരുന്നു ടേബിളിൽ. ഇതെങ്ങനെ തിന്നോർക്കുന്ന മാത്രമേ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായുള്ളൂ. എന്നിട്ട് രഞ്ജിത്തേട്ടൻ നാടൻ കോഴി ഉണ്ടായിരുന്നു, ബീഫുണ്ടായിരുന്നു. എന്നാ തീറ്റിയായിരുന്നു എന്നറിയും ഞാൻ. ഗംഭീരമായിട്ട് തീറ്റിയായിരുന്നു കേട്ടോ. ചേച്ചിയാണെങ്കിൽ നന്നായിട്ട് കുക്ക് ചെയ്യും. 2 മക്കളുണ്ട്, അവരെയും സ്നേഹത്തോട് കൂടെ ഓർക്കും. നല്ലൊരു ഭക്ഷണം എനിക്കിന്ന് അവരായിട്ട് തന്നു. ഈ ഭക്ഷണം തന്ന കയ്യെ മറക്കുന്നറിയണ്ടേ, ദൈവത്തിൻ്റെ, ഞാൻ എപ്പോഴും പറയും, അന്നം കൊടുക്കുന്നത് ദൈവമാണ്, അത് തരുന്ന കൈ അപ്പോൾ ദൈവത്തിൻ്റെ കൈയാണ്. ഞാൻ എപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നൊരു മനുഷ്യനാണ്. ഞാനൊരു പറ്റ് താഴെ പോയാൽ പോലും എടുത്ത് എൻ്റെ പാത്രത്തിലിട്ട് ഭക്ഷിക്കുന്ന ഒരാളാണ്. ഒരു പറ്റ് പോലും ഞാൻ പുറത്ത് കളയില്ല. അതെൻ്റെ അപ്പം പഠിപ്പിച്ചൊരു കാര്യമാണ്. എപ്പോഴും അന്നത്തെ ബഹുമാനിക്കണം എന്ന് പറയും, ഭക്ഷണത്തെ ബഹുമാനിക്കണം എന്ന് പറയും, ഒരു പറ്റ് പോലും കളയാതെ തിന്നണമെന്ന് പറയും. കാരണം വിശപ്പിൻ്റെ വില അറിഞ്ഞവനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം ഭക്ഷണം തരുന്ന കൈ ദൈവത്തിൻ്റെ കൈയാണ്. രഞ്ജിത്തേട്ടനെയും കുടുംബത്തെയും ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് വേണ്ടി നീട്ടിത്തന്ന കരങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഏറ്റവും നന്ദിയോടെ കൂടെ ഓർക്കുന്നത് നിങ്ങളെല്ലാവരെയാണ് കേട്ടോ. ഇന്നിവിടെ നിറച്ച ആൾക്കാർ ഇരിപ്പുണ്ട്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്ക്, തേങ്ങപ്പുഴുക്ക് പോലെ ഇരിക്കാതെ നോക്ക്. കണ്ടോ, ഇന്ന് ഇവിടെ സ്ഥലം ഞാൻ ഇന്നലെ അവരോട് പറഞ്ഞിരുന്നു, പുറത്തുനിന്ന് ആൾക്കാർ വരാൻ ചാൻസ് ഉണ്ട്, കസേരകളോ ബെഞ്ചുകളോ പുറത്തേക്ക് ഇട്ടോളണമെന്ന്. ഇന്നതൊക്കെ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പം അച്ഛൻ്റെ പ്രസംഗത്തിനിടയിൽ ബെഞ്ചിടലായിരുന്നു നിറച്ചപ്പോൾ പിന്നിൽ കിടക്കുന്നതൊക്കെ ബെഞ്ചുകളാണ്. അപ്പോൾ അത്രയ്ക്ക് ആളുകൾ വരാൻ കാണിച്ച മനസ്സാണ് ഈ ധ്യാനത്തിൻ്റെ വിജയം, കൺവെൻഷൻ്റെ വിജയം എന്ന് പറയുക. അതുകൊണ്ട് അച്ഛൻ്റെ വിജയമല്ല, ഇത് നിങ്ങളുടെ വിജയമാണ്. നിങ്ങളാണ് വരാൻ കാണിച്ച വലിയ മനസ്സ്. ആ മനസ്സിന് നിങ്ങൾ തന്നെയാണ്. എനിക്കറിയാം ജോലിയുണ്ട്, തിരക്കുണ്ട്, നല്ല ബുദ്ധിമുട്ടുണ്ട്. വൈകുന്നേരം വരെ ജോലിയും കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്ന് അച്ഛൻ്റെ കസരത്ത് കാണാമെന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. പക്ഷേ ഇത്രയും നേരെ ഇരുന്ന് ഈ പ്രസംഗം കേൾക്കുക എന്ന് പറയുന്നതും 9:30 വരെ പോയാലും നിങ്ങൾ ഒരു മുഖം ചൊളിക്കാതെ ഇതിങ്ങനെ വാ പൊളിച്ചിരിക്കണം. ഈ ഇരിക്കണ കാണുമ്പോഴാണ് എനിക്ക് പ്രസംഗിക്കാൻ തോന്നുന്നത് കേട്ടോ. അത് നിങ്ങളുടെ വലിയ മനസ്സാണ്. കാരണം ഞാൻ പറയും എപ്പോഴും നിങ്ങൾ നല്ല മനുഷ്യരാണ്, ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ള മനുഷ്യരാണ്. ഇനിയും അതുണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയുള്ളൂ. അപ്പം നിങ്ങൾ തന്ന ഈ 3 ദിവസം ജോലി ഉണ്ടായിട്ടും തിരക്കുണ്ടായിട്ടും ബുദ്ധിമുട്ടുണ്ടായിട്ടും ദൂരെ നിന്നൊക്കെ വരുന്നവരുണ്ടല്ലോ, അതൊക്കെ ഉണ്ടായിട്ടും നിങ്ങൾ വരാൻ കാണിച്ച വലിയ മനസ്സിന് ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ഒരിക്കലും ഒരു കുറവുണ്ടായിരിക്കില്ല ഈ 3 ദിവസത്തെ കൺവെൻഷൻ വന്നത്. അതൊരു അനുഗ്രഹം മാത്രമായിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. ദൈവം ഇനിയും സമൃദ്ധമായിട്ട് അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വന്നതിനും കേട്ടതിനും സ്വീകരിച്ചതിനും ചിരിച്ചതിനും ഞാൻ പറയുമ്പോഴൊക്കെ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചതിനും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം കേട്ടോ. ഞാൻ തമാശയായിട്ട് പറയുന്ന കേട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും അവരെയും എല്ലാവരെയും ഒത്തിരി നന്ദിയോടെ കൂടെ ഓർക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. ഇനി ആരെങ്കിലും നന്ദി പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും, ഇപ്പം നല്ല സൗണ്ട് സിസ്റ്റം ഉണ്ട്, നല്ല കൊയറുണ്ട് കേട്ടോ, സൂപ്പർ കൊയർ. നിങ്ങൾ വിട്ടതല്ല കേട്ടോ, നിങ്ങൾ സൂപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ. അപ്പം നിങ്ങൾ നല്ല കൊയറാണ്, ഗംഭീര കൊയർ. പ്രിൻസേട്ടൻ നന്നായിട്ട് അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പ്രിൻസേട്ടൻ നോക്കിയിരുന്നോളോട്ട് ഒരു ചക്ക മുകളിൽ പഴുത്ത് കിടക്കുന്നുണ്ട് കേട്ടോ.
ഉള്ള കാര്യം ഞാൻ നേരത്തെ എനിക്ക് ചക്ക ഇഷ്ടമായതുകൊണ്ട് ഞാൻ വന്നപ്പോൾ തൊട്ട് ചക്ക നോക്കി. അപ്പുറത്തെ പറമ്പില്ലാണോ, നമ്മുടെ പറമ്പാണോ? ദൈവമേ കൊണ്ടുപോകാറെന്ന് കേട്ടോ, എന്തെങ്കിലും ആവട്ടെ. പോട്ടെ, എനിക്ക് ചക്ക ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ ചക്ക നോക്കി വന്നപ്പോഴാണ് പ്രിൻസേൻ്റെ തലേയുടെ മുകളിലൊരു ചക്ക, അത് എണ്ണാൻ കൊത്തിയിട്ടുണ്ട്, നോക്കിയിരുന്നോ, എന്തെങ്കിലും ആവട്ടെ. അപ്പം അതുകൊണ്ട് ഈ കൊയറിനോടും ഒത്തിരി നന്ദി പറയാണ്. ദൈവം ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓക്കെ, ഇനി കാര്യത്തിലേക്ക് വരാം കേട്ടോ. അവസാനത്തെ ദിവസം അച്ഛൻ ഇന്നലെ പറഞ്ഞു നിർത്തിയത് കൂടെയുള്ള ദൈവത്തിൻ്റെ 3 പ്രത്യേകതകളിൽ 2ാമത്തെ പ്രത്യേകതകളാണ് ഇന്നലെ നിർത്തിയത്. എന്താണ് ഒന്നാമത്തെ പ്രത്യേകത? അബ്രാഹത്തിന്റെ ദൈവമാണ് നമ്മുടെ ദൈവം കേട്ടോ. എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? അബ്രാഹത്തിന്റെ ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? വിശ്വസിച്ച, സ്നേഹിച്ച, കൂടെ വെക്കുന്ന ദൈവമാണ്. ദൈവമേ പഠിച്ചൂല. ഇസ്ഹാക്കിന്റെ ദൈവം. എന്താണ് ഇസ്ഹാക്കിന്റെ ദൈവം? എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്നു. മിണ്ടരുതിട്ടോ, ഇങ്ങനെ ഇരുന്നോ, ചത്തു മിണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം കേട്ടോ.